മനോഹരമായ ബാൾട്ടിമോർ എന്ന് പറയുന്ന പോർട്ട് സിറ്റിയുടെ പെനിൻസുലയിലാണ് ഈ ഫോർട്ട് മക്കൻട്രി സ്ഥിതി ചെയ്യുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ്. എന്താ പറയുക, അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ആ ഒരു ചെസ്പിക്ക എന്ന് പറയുന്ന മനോഹരമായൊരു ഉൾക്കടലും, അതേപോലെ മറുസൈഡിൽ ബാൾട്ടിമോർ എന്ന് പറയുന്ന മനോഹരമായ ഒരു ടൗണും, രാജ്യത്തിലേക്ക് തന്നെയുള്ളൊരു കിടിലൻ എൻട്രിയും കൂടിയാണ് ശരിക്കും ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. കാരണം ഇവിടുന്ന് വാഷിങ്ടൺ, ന്യൂയോർക്കൊക്കെ വളരെ അടുത്താണ്. അതുകൊണ്ടൊക്കെയാണ് ബ്രിട്ടീഷുകാർ അറ്റാക്ക് ചെയ്യാനായിട്ട് ഈ ഒരു പോയിന്റ് തന്നെ തിരഞ്ഞെടുത്തത്. By the dawn's early light. Welcome to Fort McHenry in Baltimore, Maryland. അപ്പോൾ നമ്മുടെ എല്ലാ ചങ്ക് സുഹൃത്തുക്കൾക്കും ദ വണ്ടർലെസ് കപ്പിളിൻ്റെ പുതിയൊരു യാത്രാ വീഡിയോയിലേക്ക് സ്വാഗതം. ബാൾട്ടിമോർസ് ഡൗൺ ടൗണിൻ്റെ ബ്യൂട്ടിഫുൾ വ്യൂ കിട്ടുന്ന ഒരു പോയിൻ്റാണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത്. ഇത് ഫെഡറൽ ഹിൽ പാർക്ക് എന്ന് പറയും. ചരിത്രത്തിൻ്റെ ഭാഗമായ ആ ഒരു കോട്ടയ്ക്കകത്തേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇത് എൻട്രൻസ് ഏരിയ ആണ്. അതേപോലെ തന്നെ ഈ കോട്ടയുടെ പുറഭാഗത്തൊക്കെ നമുക്ക് നടന്ന് എല്ലാ കാഴ്ചകളും കാണാനുള്ള സൗകര്യമുണ്ട്. നമുക്കിനി നേരെ കോട്ടയ്ക്ക് അകത്ത് പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഓക്കെ, കം ഓൺ. ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ സമയത്ത് ഈ ഒരു ഫോർട്ട് മക്കൻട്രി ഈ രാജ്യത്തിന് ഏറ്റവും വലിയൊരു മിലിറ്ററി ഹോസ്പിറ്റലായിട്ടും കൂടി പ്രവർത്തിച്ചതാണ്. ഡോക്ടർമാരും നേഴ്സുമാരും അറ്റൻഡർമാരൊക്കെ ആയിട്ട് ഏകദേശം 1000 ഹോസ്പിറ്റൽ സ്റ്റാഫുകളും അതേപോലെ 3000 ബെഡിൻ്റെ സജ്ജീകരണമുള്ള ഈ കോട്ടയ്ക്കകത്ത് ഇതേപോലെ ഒരുപാട് അറകളുണ്ട്. നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം താഴത്തേക്ക് പോകാനായിട്ട്, കാരണം ഹൈറ്റ് വളരെ കുറവാണ്. ശരിക്കും അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോംബ് വന്ന് വീണ സമയത്ത് അവരുടെ എന്താ പറയുക ജീവൻ രക്ഷപ്പെടാനായിട്ട് അവർക്കൊരു സേഫ് ആയിട്ടുള്ളൊരു പോയിന്റുകളാണ്. അങ്ങനെ ഈ കോട്ടയിൽ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന പട്ടാളക്കാർ അവർ തങ്ങിയിരുന്ന റൂമുകളാണ് നമ്മളിപ്പോൾ ഈ കയറി കാണുന്നത്. ഈ ഒരു ബിൽഡിങ് ഈ കോട്ടയിലെ അന്നത്തെ അവരുടെ ഏറ്റവും വലിയ ആയുധം നിർമ്മിക്കുന്നതിൻ്റെ ശാലയായിരുന്നു. ഇതിനകത്താണ് അവർ ഗൺ പൗഡറുകളും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്നത്. അതേപോലെ തന്നെ എന്താ പറയുക, ഈ പീരങ്കിയിലേക്കുള്ള ബോളുകളൊക്കെ സെറ്റ് ചെയ്ത് ഇതിനകത്താണ്. അന്ന് ആ യുദ്ധത്തിന് മുന്നോടിയായിട്ട് അന്നത്തെ ആ യുദ്ധം ലീഡ് ചെയ്ത മേജർ ജോർജ് ആർമിസ്റ്റൺ പറഞ്ഞത് 32,000 ബോംബുകൾ നിർമ്മിക്കാനാണ്. ഈ ഒരു റൂമിൽ വെച്ചിട്ടാണ് അവരത് നിർമ്മിക്കുന്നത്. ആദ്യത്തെ 4 ദിവസം കൊണ്ട് തന്നെ അതിൽ 20,000 ബോംബ് അവർ നിർമ്മിച്ചു. ഈ ഒരു റൂമിൽ അതേപോലെ എന്താ പറയുക, ഏറ്റവും ചരിത്രപ്രധാനമായ അമേരിക്കയുടെ ദേശീയഗാനം എഴുതാൻ ഫ്രാൻസിസ് സ്കോട്ട് കീ എന്ന് പറയുന്ന ആ വ്യക്തിക്ക് പ്രചോദനം കൊടുത്ത ആ
ഏറ്റവും ചരിത്രപ്രധാനമായ ആ ഒരു ഫ്ലാഗ് നിന്നിരുന്ന സ്പോട്ടാണ്. 1958 ആർക്കിയോളജിസ്റ്റ് ഈ ഒരു ഭാഗം കുഴിച്ച സമയത്ത് അവർ കണ്ടെത്തിയതാണ് ഈ ഒരു ക്രോസ് ബ്രേസ്. ഈ ഒരു മരത്തിൻ്റെ ക്രോസ് ബേസ് ഇത് ആ ഒറിജിനൽ ഫ്ലാഗ് നിന്നിരുന്ന ആ ഫ്ലാഗ് പോളിൻ്റെ ക്രോസ് ബേസ് ആണ് ഈ കാണുന്നത്. സെപ്റ്റംബർ 13 ഈ ശാന്തമായി കിടക്കുന്ന അറ്റ്ലാന്റിക് ഓഷ്യനിലെ ചെസപിക് ബേ എന്ന് പറയുന്ന ഈ ഒരു ഉൾക്കടലിൽ അന്നത്തെ ലോകത്തിലെ ഏറ്റവും ശക്തരായ ബ്രിട്ടീഷ് ആർമിയുടെ സൈന്യം ഒന്ന് തമ്പടിച്ചിട്ട് നമ്മൾ ഈ നിൽക്കുന്ന ഈ ഫോർട്ട് മെക്കൻട്രിയിലേക്ക് 25 മണിക്കൂർ കൊണ്ട് 1500 ബോംബാണ് അവർ വർഷിച്ചത്. പക്ഷേ അത്രയും നേരം അവർ ഫൈറ്റ് ചെയ്തിട്ടും ഈ ഒരു സൈഡിൽ 1000-ഓളം വരുന്ന അമേരിക്കൻ പട്ടാളക്കാരും അതുപോലെ ഈ ബാൾട്ടിമോർ എന്ന് പറയുന്ന സ്ഥലത്തെ കുറേ നാട്ടുകാർ അതേപോലെ നാട്ടുപട്ടാളം ഈ 1000 പേര് ആ ബ്രിട്ടീഷുകാരോട് ചേർത്ത് നിന്ന് അങ്ങനെ 25 മണിക്കൂർ നേരത്തെ ആ ഒരു ഫൈറ്റിങ്ങിന് ഒടുവിൽ ബ്രിട്ടീഷ് സൈന്യം 1814 സെപ്റ്റംബർ 14 രാവിലെ 9 മണിക്ക് ഈ ഒരു ഉൾക്കടലിൽ നിന്നും അവർ പിൻവാങ്ങുകയാണ് ഉണ്ടായത്. ഫ്രാൻസിസ് സ്കോട്ട് കീ എന്ന് പറയുന്ന വ്യക്തിക്ക് അമേരിക്കയുടെ ദേശീയഗാനം എഴുതാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് അന്ന് ഈ യുദ്ധം നടക്കുന്ന സമയത്ത് അതായത് 1814 സെപ്റ്റംബർ 13 ഈ ഫ്രാൻസിസ് എന്ന് പറയുന്ന വ്യക്തി ഒരു ഡോക്ടർ വില്യം ബീൻസ് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരുടെ തടവിലായിരിക്കുന്ന ഒരു അമേരിക്കൻ സർജനെ പ്രസനേഴ്സിനെ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് ആ ഉൾക്കടലിൽ പോയ സമയത്താണ് ഇവിടെ ഈ യുദ്ധം നടക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം കാലത്ത് അദ്ദേഹം അവിടെ നിന്ന് കപ്പലിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം ഈ കോട്ട നിന്നിരുന്ന സ്ഥലത്തേക്ക് അദ്ദേഹത്തിൻ്റെ ബൈനോക്കുലറിലൂടെ നോക്കിയ സമയത്ത് ഈ കോട്ടയിൽ അന്നത്തെ ആ ഏറ്റവും വലിയ പതാക അതായത് 30 അടി പൊക്കവും അതേപോലെ തന്നെ 42 അടി വീതിയുമുള്ള ആ കാണുന്ന അമേരിക്കൻ ഫ്ലാഗ് അതിവിടെ പാറി പറക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് കണ്ട് ആ പ്രചോദനത്തിലാണ് അദ്ദേഹം എന്താ പറയുക ആ പോയം എഴുതി തുടങ്ങിയത്. നിസ്സാരം 6 മാസത്തിനുള്ളിൽ ടൈം കൊണ്ട് തന്നെ ആ പോയം ഈ രാജ്യത്ത് വളരെ പോപ്പുലർ ആകുകയും പിന്നീട് 1931 അത് ഈ രാജ്യത്തിൻ്റെ ദേശീയ ഗാനമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ബട്ട് ആസ് യൂഷ്വൽ ദ വണ്ടർലെസ് കപ്പിളിൻ്റെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയ സ്ഥലങ്ങൾ തേടി പുതിയ കാഴ്ചകൾ തേടി പുതിയ യാത്രാ അനുഭവങ്ങളുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രം ദ വണ്ടർലെസ് കപ്പിൾ. See you next time. God bless America.